ഇന്ന് മാർച്ച് 27 ലോക നാടക ദിനം. ഇന്ത്യയിൽ ഇന്നൊരു നാടകം അരങ്ങേറി. തിരക്കഥയും സംവിധാനവും അഭിനയവും ഒരേ ഒരാൾ. അതാരാണെന്നല്ലേ? നമ്മുടെ ചൗക്കിദാർ തന്നെ. അതെ, പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്ന കള്ളനായ കാവൽക്കാരൻ. अंतरिक्ष में, स्पेस में 300 किलोमीटर दूर LEO लो अर्थ ऑर्बिट में एक लाइव सैटेलाइट को मार गिराया. സുപ്രധാന തീരുമാനം അറിയിക്കാനുണ്ടെന്ന് ട്വീറ്റ് ചെയ്ത് രാജ്യത്തെ മുൾമുനയിൽ നിർത്തി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കേന്ദ്രമന്ത്രിമാരും സുരക്ഷാ ഉപദേഷ്ടാവും പങ്കെടുത്ത അണിയറ യോഗത്തിനു ശേഷമാണ് നാടകം അരങ്ങിലെത്തിയത്. നാടകത്തിലെ പ്രധാന സംഭാഷണ ശകലങ്ങൾ ഇവയാണ്. എല്ലാ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ ദിവസമാണിന്ന്. കുറച്ചു സമയം മുമ്പ് നമ്മുടെ ശാസ്ത്രജ്ഞർ ഒരു ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റിനെ എസാറ്റ് മിസൈൽ വഴി തകർക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ടാണ് ഉപഗ്രഹം നശിപ്പിക്കാൻ കഴിഞ്ഞത്. മിഷൻ ശക്തി എന്നാണ് പദ്ധതിയുടെ പേര്. ഇതോടെ ഭ്രമണപഥത്തിലുള്ള ചാരോപഗ്രഹത്തെ നശിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സത്യത്തിൽ ഈ നാടക സംഭാഷണത്തിലെ സംഭവം നടന്നത് 7 വർഷം മുൻപാണ്. എന്തായിരുന്നു ആ യഥാർത്ഥ സംഭവമെന്ന് നമുക്ക് പരിശോധിക്കാം. 2012 തന്നെ ഇന്ത്യയുടെ ഈ നേട്ടം സ്വന്തമാക്കിയിരുന്നുവെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. മിഷൻ ശക്തി എന്ന് പ്രധാനമന്ത്രി ഇന്നു വിശേഷിപ്പിച്ച മിസൈൽ 2012 പരീക്ഷിച്ചിരുന്നതായി അന്നത്തെ DRDO മേധാവി ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു. സാറ്റലൈറ്റുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള എല്ലാ കടമ്പകളും നമ്മൾ ഇന്ന് കടന്നിരിക്കുന്നു എന്നാണ് അന്നത്തെ DRDO മേധാവി വിജയ് സരസ്വതിയെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. 2007 ജനുവരിയിൽ ഉപയോഗശൂന്യമായ കാലാവസ്ഥ ഉപഗ്രഹം വെടിവെച്ചിട്ട ചൈനയെ നേരിടാനുള്ള ആയുധമാണ് രാജ്യം ഇതോടെ നേടിയിരിക്കുന്നതെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. ഒട്ടുമിക്ക സൈനിക ഉപഗ്രഹങ്ങളും ഭൗമോപരിതലത്തിന് 2000 കിലോമീറ്റർ മുകളിൽ ലോ എർത്ത് ഓർബിറ്റിൽ ആണുള്ളതെന്നും ഇന്ത്യ ടുഡേ റിപ്പോർട്ടിലുണ്ട്. ചൈനയുടെ ഉപഗ്രഹവേദ പരീക്ഷണം വിജയമായതിലെ ഭീഷണി മുന്നിൽ കണ്ട് 2010 UPA സർക്കാർ സ്പേസ് സെക്യൂരിറ്റി കോർഡിനേഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോനായിരുന്നു ഈ സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ വ്യോമസേനയിലെയും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്നതായിരുന്നു SSCG. തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിനിയും ഏറെ നാടകങ്ങൾ കാണേണ്ടി വരും. പരാജയ ഭീതിയിൽ നിന്നുയരുന്ന നുണയുടെ ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നടിയും. ചരിത്രം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത